മലയാള സാഹിത്യ സിനിമാ ആസ്വാദകർക്ക് സുപരിചിതനാണ് മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന മാടമ്പ് ശങ്കരൻ നമ്പൂതിരി. ദേശീയ പുരസ്കാരം നേടിയ തിരക്കഥാകൃത്തായും ഇല്ലങ്ങളിലെ പഴമണം തെളിയുന്ന നോവലുകളുടെ കർത്താവായും യാഥാസ്ഥിതികത്വത്തിന്റെ 4 ചുമരുകൾ തകർത്തെറിഞ്ഞ പുരോഗമനവാദിയായും നാം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സിദ്ധിയും സാധനയും ചേരുന്ന ജീനിയസിന്റെ കൈക്കുറ്റപ്പാടുകളാണ്. അതിനപ്പുറമുള്ള ഒരടിസ്ഥാന സത്യത്തിലേക്കാണ് ഇന്ന് ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ നമ്മെ നയിക്കുന്നത്. അമ്മ എന്ന വിശിഷ്ട സത്യത്തിലേക്ക് അതിവൈകാരികതയുടെ അംശങ്ങളില്ലാതെ സത്യസന്ധമായ വാക്കുകളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ മാടമ്പിന്റെ മാതൃഭാവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നാം തിരിച്ചറിയും, ഇതല്ലേ എന്റെയും അമ്മ എന്ന്. ലോക മാതൃദിനത്തിൽ ഇതാ മാടമ്പിന്റെ മാതൃസ്മൃതികൾ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എന്ന് പറയാനൊക്കെ ഞെരുക്കാം. എന്താ വിഷമം എന്ന് വെച്ചാൽ, എനിക്ക് മക്കളില്ലാത്ത 2 വല്യമ്മയുണ്ടായിരുന്നു. അതിലൊരു വല്യമ്മയാണ് എൻ്റെ അമ്മ എന്ന് ഞാൻ വിളിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെയാണ് ഞാൻ അമ്മയായിട്ട് ആദ്യമൊക്കെ കുറേ കാലം വിളിച്ചിരുന്നത്. കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലായി എൻ്റെ അമ്മ വേറെയാണ്. അതേവരെ മനസ്സിലായിട്ട് അമ്മ വളരെ സാത്വികമായിട്ടുള്ളൊരു ഒരു ഇതായിരുന്നു. ഭാഗവതം വായിക്കുക, അങ്ങനെയില്ലേ, അങ്ങനെയൊക്കെ. പിന്നെ ഒരു വലിയൊരു തമാശയുണ്ട്. 8 മക്കളെ പ്രസവിച്ചതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് കുട്ടികളെ കുളിപ്പിക്കാൻ വശമല്ല. കുട്ടികളെ കുളിപ്പിക്കാനും കുട്ടികളുടെ ഒരു പരിചരണവും അമ്മയ്ക്ക് വശമല്ല. കാരണം എന്താ വെച്ചാൽ 2 വല്യമ്മമാരുണ്ട്. ആ പണിയൊക്കെ അവർക്ക് മക്കളുമില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് അമ്മ അങ്ങനെ ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന അമ്മ, അവരെ ഊരവത്താണ് അവരെല്ലാം. അച്ഛൻ വേളി കഴിച്ച് കൊണ്ടുവരുമ്പോൾ അവർ നന്ന കുട്ടിയാവാനാണ് സാധ്യത. 93 വയസ്സ് വരെ അച്ഛനിരുന്നു. 94 വയസ്സ് വരെ അമ്മയും ഇരുന്നു. വിവാഹം കഴിക്കാത്തൊരു കാലത്തിനെ കുറിച്ച് അമ്മയ്ക്കും അച്ഛനും ഓർമ്മയില്ല. അത്ര കുട്ടിയിൽ വിവാഹം കഴിച്ചു. ഒരു പക്ഷേ ഇത്രയും സുദീർഘമായിട്ടുള്ളൊരു ദാമ്പത്യം ഉണ്ടായിട്ടുള്ള ആൾക്കാർ വളരെ വളരെ കുറയും. ദാമ്പത്യത്തിന്റെ സാഫല്യമാണ് മാതൃത്വം. അത് ഉണ്മയാണ്, നന്മയാണ്. ഏതു ദാമ്പത്യത്തിൻ്റെയും വിശിഷ്ടമായ ബാക്കിപത്രം പങ്കാളികളുടെ മാനസിക ഐക്യവും അതിൻ്റെ ദൈർഘ്യവുമായിരിക്കും. ദീർഘസുമംഗലി ഭവ എന്ന ആശംസയിൽ ദാമ്പത്യത്തിനു മാത്രമല്ല മാതൃത്വത്തിനും അനുഗ്രഹം വർഷിക്കുകയാണ്. അമ്മ ജഗന്മംഗളയാകുന്നതും വാത്സല്യസാഗരമാകുന്നതും ഈ നെടുമാംഗല്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നിന്നും അമ്മമാരൊന്നും അങ്ങനെ മക്കളെ അത്ര ലാളിക്കാറൊന്നുമില്ല. കുറേ ആൾക്കാരിങ്ങനെ ഉണ്ട്, കുറേ ആൾക്കാരിങ്ങനെ വളരും. നല്ല എൻ്റെ ഒരാൾക്കൊരു പ്രത്യേകതയൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ 4 റയത്ത് ഒരു വട്ടനെ മുഴുവൻ ഇല വെച്ചാൽ ഉണ്ടാവുന്ന കുട്ടികളുണ്ട്. എൻ്റെ അമ്മയുടെ മക്കൾ മാത്രമല്ല, ചെറിയച്ഛൻ്റെ മക്കളായിട്ട്, ബന്ധുക്കളായിട്ട്. അപ്പോൾ ഒരാൾക്കൊരു പ്രത്യേകതയൊന്നുമില്ല. നമുക്കെന്തെങ്കിലും ഒരു ചെറിയൊരു വേറെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇപ്പോഴാണ് അതൊക്കെ ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ അതൊക്കെ തുടങ്ങണേ. മക്കൾക്ക് എന്താ വേണ്ടത് ചോദിച്ചാൽ കൊടുക്കുക. അന്ന് അങ്ങനെയൊന്നും എൻ്റെ കുടുംബത്തിൽ നിന്നല്ല, ഒരു ഫാമിലിയിലും അന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മ ആകെ പറയണത് എന്താ വെച്ചാൽ ശകാരിക്കൊന്നുമില്ല. ആകെ പറഞ്ഞ് വല്ല ബുദ്ധി നേരാവാൻ വേണ്ടിയിട്ട് ഏത്തോടാന്നിട്ട് പറയും. ഇവിടെ പോയിട്ട് ശീലാത്തിൽ പോയിട്ട് തൊഴുതോളോ, സമക്ഷത്ത് നാണം കെടാതിരിക്കാൻ ബുദ്ധിയൊക്കെ നന്നായിക്കോട്ടെ. പിന്നെ ആവു ഉണ്ടാവാണ്ടിരിക്കാൻ ആവു വെച്ചാൽ തെണ്ണം. അപ്പോൾ ആവു ഉണ്ടാക്കരുതേ എന്ന് തമ്പുരാട്ടിയോട്, തമ്പുരാട്ടി വെച്ചാൽ ഭഗവതിയുടെ ആവു ഉണ്ടാക്കരുതെന്ന് അതിലസിന്ന് അമ്മ ഒന്നും പറയാറില്ല. അച്ഛാത്രേനെ പറയാറില്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ബാല്യം ഇപ്പം കാണുന്ന കുട്ടികളുടെ ബാല്യമായിട്ട് വളരെ വളരെ വ്യത്യാസമുണ്ട്. അന്ന് അച്ഛനും അമ്മയൊന്നും കുട്ടികളെ എടുത്തിട്ട് അങ്ങനെ ആളിക്കലൊക്കെ കുറവായിരുന്നു. കഷ്ടിച്ചൊക്കെ വായിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് വായിക്കാൻ വശം. അമ്മ വായിക്കുകയായിരുന്നു എന്ന് എനിക്ക് വലിയ പിടിയില്ല.
പുരാണ ഗ്രന്ഥങ്ങൾ അമ്മയ്ക്ക് കാണാപ്പാടാ. പുസ്തകം വെറുതെ വെച്ചേക്കണതാ. പുസ്തകം അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അമ്മ പുസ്തകം നോക്കിയിട്ടല്ല വായിക്കണേ, കാണാപ്പാടാ. ഞാൻ തന്നെ ഈ വിദ്യാരംഭത്തിൻ്റെ സമയത്തിലൊക്കെ ഓലഗ്രന്ഥത്തിൽ എനിക്കെന്നെ വായിക്കാൻ പറ്റില്ലത്, കുഞ്ഞുകുനാന്ന് എഴുതുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അമ്മ ഇതെന്തൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമൊക്കെ പറയുമ്പോഴേക്കും അത് മുഴുവൻ അമ്മ അങ്ങോട്ട് പറയും. എന്താ വെച്ചാൽ അവരെ വായിച്ചിട്ട് കാണാപ്പാടാം. പിന്നെ കഷ്ടിച്ച് ഈ നാളക്കം വയ്ക്കാൻ വശം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ. അമ്മയൊക്കെ ജനിക്കുന്ന കാലത്ത് പട്ടാമ്പി പഞ്ചാംഗം പ്രിൻറ്റഡായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അന്നന്ന് അവനാൻ ഗണിക്കണം. ഇന്നെന്താ നാള്, ഇന്ന് എത്ര നാഴികയ്ക്ക് ആ നാളുണ്ട്, ഇന്ന് ഭരണിയാണെങ്കിൽ ഭരണി എത്ര നാളുണ്ട്, ഏത് രാശിയിലാണെന്നൊക്കെ അന്നന്ന് അതിന് നാളക്കം വയ്ക്കുക എന്നാണ് പറയുക. അന്ന് ഈ പ്രിൻറ്റഡ് ഈ സാധനങ്ങൾ വന്നിട്ടില്ല. പണ്ഡിത പാമര ഭേദമില്ലാതെ ഏതൊരമ്മയും മക്കളുടെ അറിവിൻ്റെ ആദ്യ സ്വരൂപമാണ്. പെറ്റുവീഴുന്ന കുഞ്ഞിൻ്റെ നാവിൽ വിളയാടുന്ന ആദ്യ വാക്ക് അമ്മയെന്നാണെങ്കിൽ അതിനുശേഷം അവൻ ഉരിയാടുന്ന ഓരോ വാക്കും ഈ മാതൃപദത്തിൻ്റെ അനന്തര കൽപ്പനകളായിരിക്കും.